കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ചന്ദ്രമതിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുവാണ്. അപ്പൊ ഇത്രയും കാലം ചന്ദ്രമതി ആധാരം പണയം വെച്ച കാര്യമൊന്നും വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുവാണ്. പിന്നീട് ചന്ദ്രമതിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ചന്ദ്രമതി ഫിനാൻഷ്യർക്ക് പൈസ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ചന്ദ്രമതിയുടെ ബാഗ് മോഷ്ടിക്കപ്പെടുവാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. മോഷ്ടിക്കുന്ന മറ്റാരും ആയിരുന്നില്ല, ശരത്തായിരുന്നു. ശരത്ത് ശരിക്കും പറയാൻ മോഷ്ടിക്കുന്നതല്ലായിരുന്നു, ശരത്തിന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാ. കാരണം ചെയ്യാത്ത തെറ്റിനാണ് ശരത്ത് ശിക്ഷിക്കപ്പെട്ടെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയത്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ വാങ്ങിക്കഴിയുമ്പോൾ അവർക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ശരത്തിന്റെ കൂട്ടുകാരൻ പറയണേ. അതെ, ഒരു കാര്യം ചെയ്യാം, നീ അവരുടെ ബാഗ് ഇങ്ങ് അടിച്ചു മാറ്റിക്കോ എന്ന് പറയാണ്. അങ്ങനെ ശരത്ത് ചന്ദ്രമതിയുടെ ബാഗ് അടിച്ചു മാറ്റുക. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ലാതെ കരഞ്ഞിട്ടും കാര്യമില്ല. പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാന്ന് വെച്ചാൽ പിന്നെ 100 ചോദ്യങ്ങൾ വരും ഈ പണത്തെക്കുറിച്ച്. പിന്നെ വീട്ടിലെല്ലാവരും അറിയും. അതുകൊണ്ട് പിന്നെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ട് ചന്ദ്രമതി നേരെ പോകുന്ന ഫിനാൻഷ്യൽ അടുത്തേക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ പലിശയുടെയൊക്കെ കൃത്യമായിട്ട് കണക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കുക. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പലിശ കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ പലിശ കയ്യിലില്ല. ചന്ദ്രമതി പണം അടങ്ങിയ ബാഗ് മോഷണം പോയെന്നുള്ള കാര്യം പറയാം. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് അയാൾ കൂട്ടാക്കില്ല. നിങ്ങളുടെ അടവൊക്കെ അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങോട്ട് വെച്ചാൽ മതി. അതെ, എന്റെ അടുത്തത് വില പോവില്ല. മര്യാദയ്ക്ക് പണം ഇവിടെ വെക്കാൻ പറയണം. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന വഴിക്ക് ആ ബാഗ് മോഷ്ടിക്കപ്പെട്ടോണ്ടാ. അത് തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ തരാന്ന് പറയണം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ, സ്വർണ്ണ ആഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങോട്ട് തരാൻ പറയണം. ചന്ദ്രമതി നോക്കിയപ്പം മുമ്പ് 2 വള വെച്ചതാണ്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ ഊരി കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് എന്തും പറഞ്ഞുകൊണ്ട് ചെല്ലും. രവിയേട്ടൻ ചോദിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, സച്ചിയുടെ കണ്ണ് അവനത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്ന് അവധി തരണമെന്ന് പറയാം. പക്ഷെ അയാൾ പറഞ്ഞു, ഒരു ദിവസം പോലും തരത്തില്ല. കാരണം ആദ്യത്തെ മാസം ഫുൾ എമൗണ്ട് കെട്ടിയിട്ടില്ല പലിശ. 2ാമത്തെ മാസത്തെ ആണെങ്കിലോ ഇപ്പൊ ഒന്നും തന്നിട്ടില്ല. അപ്പൊ ആളെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോ ഇന്ന് കൊണ്ട് തരാന്നൊക്കെയാ ചന്ദ്രമതി പറഞ്ഞേ. അയാൾ പറഞ്ഞു, പണം തന്നില്ല നീ കൊടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, ഒരു ദിവസം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കി തരാന്നൊക്കെ പറയാണ്. പക്ഷെ അയാൾ കൂട്ടാക്കില്ല. കഷ്ടകാലം പിടിക്കാനായിട്ട് അന്ന് ബാമയും ചന്ദ്രമതിയുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. കാരണം ബാമയ്ക്ക് എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ബാമ അങ്ങോട്ട് ഒഴിവാകുക ചെയ്തേ. ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കണ സമയത്ത് അയാൾ എന്ത് ചെയ്യുവാണ്, അയാൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിക്കുകയാണ്. ആ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആളൊന്നുമല്ല, നല്ല നല്ല വണ്ണമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അവരങ്ങോട്ട് വന്നു ചന്ദ്രമതിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. നേരെ ചെന്നൊരു മുറിക്കകത്തേക്ക് അങ്ങോട്ട് ഇടുവാണ്. മുറിക്കകത്തത് പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടി. ഈ സമയം ചന്ദ്രമതി അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് എന്നെ തുറന്നു വിടാനൊക്കെ. പക്ഷെ എങ്കിൽ അയാളെ തുറന്നു വിടാൻ കൂട്ടാക്കിയില്ല. കാരണം അയാൾക്കറിയാം ഇനി ഇവിടുന്ന് ഇവരെ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ ഇവര് പണം തരാൻ പോകുന്നില്ലെന്ന്. ചന്ദ്രമതിക്ക് ടെൻഷനായി. ചന്ദ്രമതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ നിന്ന് വരട്ടെ, വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പുറത്തേക്ക് പോയാൽ മതി. ഒരു കാര്യം ചെയ്യാം, വീട്ടിലേക്ക് വിളിച്ചു പറ, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ വിളിച്ചു പറയാന്ന് പറയാം. കാരണം 1-2 ലക്ഷം രൂപയല്ല, 17 ലക്ഷം രൂപയാണ് ചന്ദ്രമതി എടുത്തേക്കുന്നത്. അപ്പൊ ആ 17 ലക്ഷം രൂപയ്ക്ക് ആധാരം മാത്രമേ ഉള്ളൂ. ആധാരമാണെങ്കിലോ ചന്ദ്രമതിയുടെയും രവീന്ദ്രന്റെയും പേരില. അപ്പൊ എല്ലാ മക്കളുടെ ഒപ്പൊക്കെ വേണം. ഇനിയിപ്പോ 17 ലക്ഷം രൂപ ചന്ദ്രമതിക്ക് തിരികെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആധാരം അയാളുടെ കയ്യിലിരിക്കും. അയാളുടെ പേർക്ക് ആ വീടും സ്ഥലവും ഒക്കെ വരികയും ചെയ്യും. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്ത ടെൻഷനാ. ദൈവമേ, രവിയേട്ടനൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ ഓർത്തോണ്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക ചന്ദ്രമതി. ഈ സമയം സച്ചി രേവതിനെ കൂട്ടി ഫിനാൻഷ്യൽ അടുത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. വരുന്ന വഴിക്ക് തന്നെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. ഒരു ലോങ് ഓട്ടം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടം കിട്ടിയതല്ലേ, രേവതിയോട് കൊണ്ടുപോയി ഫിനാൻഷ്യലെ പൈസ കൊടുക്കാൻ പറയാം. എന്നിട്ട് നീ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാം. രേവതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പൈസ എണ്ണം വാങ്ങി നേരെ ഫിനാൻഷ്യൽ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ രേവതിയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് പതിവില്ലാത്ത വണ്ണം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ രേവതി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, അതായത് സച്ചിക്ക് വന്ന് പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ രേവതി വരാറുള്ളൂ. പക്ഷേങ്കിൽ പൈസ മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ പലിശ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞ് രേവതി പോകാൻ തുടങ്ങുന്ന സമയത്താണ് ചന്ദ്രമതിയുടെ ഒച്ചപ്പാടും ബേളവും കേൾക്കണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു മുറിക്കകത്ത്, മുറി എന്ന് പറഞ്ഞാൽ ഒരു പാട്ടയുടെ ഒരു മുറി ഉണ്ടാക്കി ഇട്ടേക്കുക. ആ മുറിക്കകത്ത് അപ്പൊ അവിടെ ജനല് വരുന്നുണ്ടായിരുന്നു. നേരെ അകത്തേക്ക് നോക്കി അമ്മയുടെ സൗണ്ട് പോലും ഇല്ലെന്ന് ഓർക്കുവാണ്. ശരിയാ, രേവതി അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാ, പിന്നെ തിരിച്ചു കയറിയതാണ് അങ്ങോട്ട്. ശരിക്കും അമ്മയുടെ സൗണ്ട് പോലെ.
തനിക്ക് തോന്നിയതായിരിക്കും. അമ്മ എങ്ങനെ ഇവിടെ വരുന്നതെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേങ്കിൽ പിന്നെ രേവതി അങ്ങ് തിരിഞ്ഞു നടന്ന വീണ്ടും അമ്മയുടെ ശബ്ദം പോലെ, രക്ഷിക്ക്, എന്നെ ആരെങ്കിലും തുറന്നു വിടാനും പറഞ്ഞോണ്ട് രേവതി പതുക്കെ അങ്ങോട്ട് വന്നിട്ട് കഥയെ തട്ടിയിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. പക്ഷെ ആ സമയം രേവതിയുടെ ശബ്ദം കേട്ടത് ചന്ദ്രമതി ഞെട്ടിപ്പോയി. ദൈവമേ, അവളാണല്ലോ. അവളെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അന്നെങ്കിൽ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമല്ല. രേവതി അറിഞ്ഞ സച്ചി അറിയും, വീട്ടിലറിയുമെന്ന് ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയാം. അപ്പേ ഇവളൊരു കാരണവശാലും കാണില്ലെന്ന് ഓർത്തൊരു ചന്ദ്രമതി മിണ്ടാതെ നിൽക്കുക. പക്ഷെ രേവതി വിട്ടുകൊടുക്കാൻ കൂട്ടാക്കില്ല. രേവതി ജനല് വഴി ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇങ്ങനെ പൂച്ച പോലെ പതുങ്ങി ഒരു മൂലക്കിരിക്കുകയാണ് ചന്ദ്രമതി. ഇത് കണ്ടത് രേവതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതിയോട് പെട്ടെന്ന് ചോദിച്ചു. രേവതി ചോദിച്ചു, അമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. അമ്മ കാര്യം പറയുന്നു പറയണം. അവസാനം ചന്ദ്രമതിക്ക് കാര്യം പറയേണ്ടി വന്നു. പൈസ കൊടുക്കാത്തതുകൊണ്ട് പിടിച്ചിട്ടാന്ന്. ഇത് കേട്ടതും രേവതിയിൽ ഒരു അമ്പരപ്പം ഉണ്ടായത്. കാരണം രേവതിക്ക് നല്ല ആർക്കും ഇതിനെക്കുറിച്ച് ഒരറിവ് പോലും ഉണ്ടായിരുന്നില്ല. 1-2 ലക്ഷമല്ല, 17 ലക്ഷം രൂപയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഫിനാൻഷ്യൽ പറയുകയും ചെയ്തു, പണം അടയ്ക്കാത്ത ഒരു സ്ത്രീയെ അവിടെ പിടിച്ച് മുറിയിലിട്ടിട്ടുണ്ടെന്ന്. അതൊക്കെ രേവതിയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാ. രേവതിക്കാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ. പെട്ടെന്ന് രേവതി സച്ചിനെ വിളിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതിക്ക് പേടി വന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, വേണ്ട, ആരെയും വിളിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി കേൾക്കാൻ കൂട്ടാക്കില്ല. രേവതി നോക്കിക്കഴിഞ്ഞപ്പോ അമ്മേനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. അതിപ്പോ ആരാണെങ്കിലും ആ സ്ഥാനത്ത് അങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ ചന്ദ്രമതിയുടെ വിചാരം എന്താ, വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. തന്നെ വീട്ടിൽ നിന്ന് മിക്കവാറും ഇറക്കി വിടുകയും ചെയ്യും രവിയേട്ടൻ. ഇത്രയും കാലം ആരും കാണാതെ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച രഹസ്യമാണ്. അപ്പൊ ശ്രുതിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ ശ്രുതിയുടെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാന്നുള്ള പ്രതീക്ഷയായിരുന്നു. അങ്ങനെയെങ്കിലും വീട്ടിൽ കൊടുക്കുക, അല്ലെങ്കിൽ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് മലേഷ്യ എന്നുള്ള ആരെല്ലാം വന്നു കഴിയുമ്പം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് ആ തകിടം പറഞ്ഞ് ചന്ദ്രമതിയാണ് ആകപ്പാടെ ഭയന്ന് നിൽക്കുക. ഈ സമയം രേവതി സച്ചിനെ വിളിക്കുക. സച്ചി ലോങ് ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സച്ചിയോട് പറഞ്ഞു, അത് ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറയാം. സച്ചിയുടെ ആദ്യം വരാനൊന്നും കൂട്ടാക്കില്ല. കാരണം ലോങ് ഓട്ടം കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ പേര് പറഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഓട്ടം പോകും. സച്ചിക്കാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളല്ല. CC അടയ്ക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ പൈസ എന്ന് വേണ്ട സർവ്വ ചെലവുകളും ഉണ്ട്. അപ്പം രേവതി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഉണ്ട്, വരണമെന്നൊക്കെ പറയാം. അവസാനം സച്ചി അങ്ങോട്ട് വരുവാണ്. സച്ചി വന്നു കഴിയുമ്പോൾ ആ കാഴ്ച കാണുന്നത് ചന്ദ്രമതി അതിനകത്ത് കിടക്കുന്നത്. പിന്നീട് ഫിനാൻഷ്യൽ പോയി കാണുന്നുണ്ട്. അയാൾ സത്യങ്ങളൊക്കെ പറയാ. സച്ചിയാണ് ചന്ദ്രമതിയുടെ അമ്മയെന്നുള്ള കാര്യം അയാൾക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, ആരോടും പറയാതെ ഈ ആധാരം കൊണ്ട് പണയം വെച്ചിരുന്നു. പിന്നീട് ആ ഫിനാൻഷ്യൽ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു. കാരണം ഇവരോട് ഞാൻ പറഞ്ഞായിരുന്നു മക്കളെല്ലാവരും വന്ന് ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു മടി പോലെ തോന്നിയായിരുന്നു. അപ്പോഴേ എനിക്ക് സംശയം അടിച്ചതാ. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. പിന്നീട് സച്ചിയോട് പറഞ്ഞു, എല്ലാവരും വരണം, എല്ലാവരും വന്ന് സൈൻ ചെയ്യണം പേപ്പറേല് എന്ന് പറയാം. ആദ്യം സച്ചി സമ്മതിച്ചില്ല. പിന്നീട് സച്ചിക്ക് തോന്നി, അല്ലെങ്കിൽ എന്തിനാ, എല്ലാവരും വന്ന് സൈൻ ചെയ്യട്ടെ, അച്ഛനും ശ്രീകാന്ത് സുധി എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണോന്ന്. അതുകൊണ്ട് എല്ലാവരും കൂടെ വിളിച്ചു വരുത്തുക. ആദ്യം രവീന്ദ്രനെ വിളിച്ചപ്പോൾ ആ കൂടെ സുധിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ചന്ദ്രമതിയെ പൂട്ടിയിട്ടിരിക്കുവാന്നും പണം കൊടുക്കാത്തതുകൊണ്ടാന്നും 17 ലക്ഷം രൂപയാന്നും. ഇത് കേട്ട ഒരു ഞെട്ടലാണ് രവീന്ദ്രനുണ്ടായത്. കാരണം രവീന്ദ്രൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ചന്ദ്രമതി ഇങ്ങനത്തെ ഒരു കൊലച്ചതി ചെയ്യുന്നുള്ള കാര്യം. ആരോടും പറയാതെ വീണ്ടും ആധാരം കൊണ്ട് പണയം വെച്ച് 1-2 ലക്ഷം രൂപയല്ല എടുത്ത് 17 ലക്ഷം രൂപ എടുക്കാന്നുള്ള ചില്ലറ കാര്യമല്ലോ. അതാണ് അതിന്റെ പലിശ അടയ്ക്കാത്തതുകൊണ്ടാണ് അകത്ത് പെട്ടിരിക്കുന്നത്. രവീന്ദ്രൻ ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. പിന്നീട് ഫിനാൻഷ്യർ ചന്ദ്രമതി തുറന്നുവിടാൻ പറയണം. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും രവീന്ദ്രൻ അങ്ങോട്ട് അടിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. കാരണം തീർത്തൊണ്ണം പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സച്ചിയും അവരെ ഇടയ്ക്ക് കയറി വേണ്ട അച്ഛാന്നും പറയാണ്. ചന്ദ്രമതി പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. കാരണം ആദ്യമായിട്ടാണ് രവീന്ദ്രൻ ഇത്ര ദേഷ്യത്തിൽ കാണുന്നത്. രവീന്ദ്രൻ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ചീത്തയൊക്കെ പറയുമെങ്കിലും അങ്ങനെ വലുതായിട്ട് ചന്ദ്രമതിയിലൊന്നും പറയാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇത് രവീന്ദ്രൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം സച്ചിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പം സച്ചിന് കാർ ഇറക്കാൻ വേണ്ടിയിട്ട് പണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലും ചന്ദ്രമതി ആ ആധാരം കൊടുക്കാതിരുന്ന. അപ്പൊ ഈ കാരണം കൊണ്ടായിരിക്കും കൊടുക്കാതിരുന്നേ. കാരണം വീടിന്റെ ആധാരവാ, അതങ്ങനെ പണയപ്പെടുത്താൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞോണ്ട്. എന്നിട്ടാണ് ചന്ദ്രമതി ഇത് കൊണ്ട് പണയം വെച്ച്. ആർക്കെല്ലാം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? പിന്നീട് വായി തോന്നുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രവീന്ദ്രൻ. അതിനുശേഷം ഒരു കാര്യം ചെയ്യ, നീ ആ വീട്ടിലേക്ക് വരണ്ട, വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഇറങ്ങിപ്പോക്കോളാൻ പറയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, ഇനിയിപ്പോ ഇറങ്ങിപ്പോടുന്ന കാര്യമില്ല ചാ, അധികം വൈകാതെ തന്നെ ഇയാൾ ആ വീടും കൊണ്ട് പോരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങോട്ടും വാടകയ്ക്ക് പോവാം, അമ്മ എന്തേലും ചെയ്യട്ടെ എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അടിയായിരുന്നു. ചന്ദ്രമതി അങ്ങനെയൊന്നും സച്ചി പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നീട്
എല്ലാവരും കൂടെ സൈൻ ചെയ്ത് കൊടുക്കുക. സൈൻ ചെയ്ത് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ സമയം ശ്രീകാന്തിനെ കൂടെ വിളിച്ചു വരുത്തുന്നുണ്ട്. ശ്രീകാന്തിന് കാര്യം എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. ശ്രീകാന്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് ഉടൻ വരെ വരണമെന്ന് പറയാം. അങ്ങനെ ശ്രീകാന്ത് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറയാം. ശ്രീകാന്തിന് ദേഷ്യ സങ്കടമായിരുന്നു. എനിക്കാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഞാൻ ആധാരം ചോദിക്കാതിരുന്ന എന്താണെന്നറിയാവോ? അത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ പിന്നെ തിരിച്ചടയ്ക്കണം. അത് മാത്രമല്ല, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീടും സ്ഥലവും എല്ലാം പോവും. തെരുവിലേക്ക് ഇറങ്ങേണ്ടതായിട്ടൊരവസ്ഥ വരും. അതൊക്കെ ഓർത്തിട്ടാ. എന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നി ചോദിക്കുക. ആകെപ്പാടം നാണം കെട്ട് തല കുടിച്ച് നിൽക്കുവാണ് ചന്ദ്രമതി. അവസാനം സൈനര ഇട്ട് കൊടുത്ത് വീട്ടിലേക്ക് വരുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് വാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. പേടിച്ച് പറിച്ചാ വരുന്നേ. രവീന്ദ്രൻ എന്തേലും ചെയ്യുമോ എന്നുള്ള ഭയന്ന്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പണത്തെക്കുറിച്ച് ചോദിക്കണം. എന്തിനു വേണ്ടി എടുത്തു? ഈ 17 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഒന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ അത് കാണാൻ വേണം. 17 ലക്ഷം രൂപ എടുത്തതിൻ്റെ ഒരു റീസൺ വേണമല്ലോ. പക്ഷെ ആദ്യമൊന്നും ചന്ദ്രമതി പറയാൻ കൂട്ടാക്കില്ല. ഉരുണ്ട് കളിക്കുവാണ് കിടന്ന്. സുധിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ എടുത്തെന്ന് പറയാം. ഈ സമയം രേവതി പറഞ്ഞ്, കല്യാണത്തിന് വേണ്ടി 17 ലക്ഷം രൂപയോ? അമ്പലത്തിൽ വെച്ചൊരു ചെറിയ രീതിയിൽ കല്യാണം നടത്തിയ 17 ലക്ഷം രൂപ എങ്ങനെയാണെന്ന് ചോദിച്ചു. ചന്ദ്രമതി പെട്ടില്ലേ. ചന്ദ്രമതിക്കാണെങ്കിൽ രേവതിനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. രേവതിയോടുള്ള ദേഷ്യമാണ്. കാരണം അവൾ ആ സമയത്ത് അവിടെ ഇട്ടിട്ട് അവൾ ഇങ്ങോട്ട് പോരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവളെല്ലാവരും വിളിച്ചു വരുത്തി. താൻ എന്തേലും കാരണം പറഞ്ഞ് അവൾ അവിടുന്ന് വീട്ടിലേക്ക് പോന്നേനും. പക്ഷെ ആ സമയത്ത് ഇവിടെ ഒറ്റ എഴുത്തി എല്ലാ പ്രശ്നത്തിനും കാരണം. ഇവിടെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. എപ്പോഴെങ്കിലും അവസരം കിട്ടും. അപ്പൊ ഇവൾക്കിട്ട് പണി കൊടുക്കാൻ തന്നെ ചന്ദ്രമതി തീരുമാനിക്കുകയാണ്. ഈ സമയം സച്ചി പറഞ്ഞു, എന്തൊക്കെ ചെയ്തിട്ടാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആധാരം ഇവിടെ കിട്ടണമെന്ന് പറയാം. 17 ലക്ഷം രൂപ അടച്ച് മകൻ 50 ലക്ഷം കൊണ്ട് മുങ്ങി. ദേ അമ്മ ഇപ്പൊ 17 ലക്ഷം, 50, 10, 60, 67 ലക്ഷം രൂപയുടെ കണക്കായെന്ന് പറയാ. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, നീ കാര്യം പറ ചന്ദ്രേ, എന്തിനു വേണ്ടി എടുത്തേ? ആർക്കെങ്കിലും വായ്പ കൊടുക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ? പണം എടുത്തേനല്ല, അതിനേക്കാൾ ഉപരി ഇതെന്തിനു ചെലവാക്കി? അവസാനം ചന്ദ്രമതിക്ക് ആ സത്യം തുറന്നു പറയേണ്ടി വന്നു. ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ ഇടാനാന്ന്. ഇത് കേട്ടതും സച്ചി അങ്ങോട്ട് കൈയടിക്കണം. കൈയടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. എന്താണ്, കല്യാണത്തിന് മുമ്പ് അമ്മ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. മകൻ്റെ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് 50 ലക്ഷം കൊണ്ട് അവൾ അങ്ങോട്ട് മുങ്ങി. ഒരു പക്ഷേ ഈ 17 ലക്ഷം മേടിച്ചിട്ട് ഇവളങ്ങോട്ട് മുങ്ങിയാണെന്ന് എന്ത് ചെയ്തേനെന്ന് ചോദിക്കുക. ഈ സമയം ശ്രുതി ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞ്, അവളങ്ങനെ മുങ്ങുന്ന പെൺകുട്ടിയൊന്നുമല്ല. 10 ലക്ഷമോ കൊടുത്തിട്ടുള്ളൂ, ബാക്കി കല്യാണ ചെലവിനൊക്കെ വാങ്ങിച്ചാന്ന് പറയുന്നുണ്ട്. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആർക്ക് കൊടുത്തു എന്ത് കൊടുത്തെന്ന് എനിക്കറിയണ്ട. പക്ഷേങ്കിൽ ആധാരം, ഒരാഴ്ചക്കുള്ള ആധാരം ഇവിടെ കിട്ടിയിരിക്കണമെന്ന് പറയാ. നീ പണം എങ്ങനെ അടച്ചെന്ന് എനിക്കറിയണ്ട. അല്ലെങ്കിൽ ഈ വീട്ടിൽ നീ നിമിഷം ഇറങ്ങിക്കോളാൻ പറയാ. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ചന്ദ്രമതി നിൽക്കുക. ചന്ദ്രമതിക്ക് മനസ്സിലായി തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. 17 ലക്ഷം പോയിട്ട് 17 രൂപ ചന്ദ്രമതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ഇത്രയും എമൗണ്ട്. അത് ഒറ്റയടിക്ക് ഉണ്ടാക്കി അടച്ചാൽ മാത്രം ആധാരം എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഏക പോകുമ്പഴി ശ്രുതിയോടെങ്ങാനും ചോദിക്കാം. പക്ഷെ ശ്രുതിയുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകെപ്പാടെ നാണം കെട്ട് ശ്രുതി നിൽക്കുകയാണ്. അപ്പൊ ശ്രുതിനെ പൊരിച്ചെടുക്കുന്നുണ്ട് രേവതിക്ക് കിട്ടിയൊരു അവസരമാണ്. 1 ലക്ഷം രൂപ ശരത്ത് എടുത്തെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ശരത്തിന്റെ കണ്ണത്തൊക്കെ അടിച്ച് അതൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്താണെങ്കിലും നല്ല അത്യുഗ്രം വിശേഷങ്ങൾ തന്നെയാണ്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.